महाराज की है। सुंदर नंद मुकुंदा हरि नारायण गोपाल। सुंदर नंद मुकुंदा हरि नारायण गोपाल। सुंदर अति सुंदर अति सुंदर नंद मुकुंदा हरि नारायण गोपाल। सुंदर अति सुंदर अति सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। वनमाली मुरलीधारी गोवर्धन वर गिरिधारी। वनमाली मुरलीधारी गोवर्धन वर गिरिधारी। वनमाली मुरलीधारी गोवर्धन गिरिवरधारी। वनमाली मुरलीधारी गोवर्धन गिरिवरधारी। निक 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 माखन चोरी गोपी मन लानी। निक 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 माखन चोरी गोपी मन लानी। सुंदर नंद मुकुंदा हरि नारायण गोपाल। सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। आओ रे आओ रे नाचो रे गोकुल के प्यारे। आओ रे गोकुल के प्यारे। आओ रे नाचो रे। गाओ रे नाचो रे। रास बचाओ रे। सब गाओ रे नाचो रे। रास बचाओ रे। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। हरि केशव हरि गोविंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि सुंदर नंद मुकुंदा हरि नारायण गोपाल। हरि नारायण गोपाल। हरि नारायण गोपाल। हरि हरि नारायण गोपाल। हरि हरि नारायण गोपाल। सर्वत्र गोविंद नाम संकीर्तനം गोविंद गोविंद. വ്യാസന്റെ ഉപദേശം കേട്ട ശേഷം നാരദന്റെ ഉപദേശം കേട്ട ശേഷം വ്യാസാചാര്യൻ ധ്യാനത്തിൽ ഭാഗവതം മുഴുവനും കണ്ടു. പിന്നെ ആ കണ്ട ഭാഗവതം ഇവിടെ ഗ്രന്ഥമായിട്ട് നമുക്ക് എഴുതി കൊടുത്തു. പിന്നെ തൻ്റെ പുത്രനായ ശുകാചാര്യന് ഉപദേശം കൊടുത്തു. ശുകാചാര്യൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞിരുന്നു. അപ്പോഴാണ് വ്യാസൻ്റെ ശിഷ്യന്മാർ വ്യാസനോട് ചോദിച്ചു, ഞങ്ങൾക്ക് കാട്ടിൽ സമിത ദർഭം പൂക്കളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ദുഷ്ടമൃഗങ്ങൾ വരുന്നു, പേടിയാവുന്നു പറഞ്ഞപ്പോഴാണ്
ഭാഗവതത്തെ ഒരു ശ്ലോകം വേണുഗാനത്തിലുള്ള ബർഹാപീഠം എന്ന പേരുള്ള ശ്ലോകം പറഞ്ഞു കൊടുത്തു. വ്യാസന്റെ ശിഷ്യന്മാർ ഈ ശ്ലോകം കാട്ടിൽ ഉറക്ക ചൊല്ലി ബർഹാപീഠം നട്ടവരവപു. ഈ ശ്ലോകം ഇത് നല്ല ഗംഭീരമായ ഭഗവാന്റെ രൂപവർണ്ണനമാണ്. ഈ ഉണ്ണിക്കണ്ണൻ്റെ വേണുഗാന വർണ്ണനമാണ് ഈ ശ്ലോകത്തിൽ. മയിൽപീലിയും ധരിച്ച് പൊന്നപ്പും ചെവിയിൽ തിരിഞ്ഞ് വൈജന്തിമാല വണമാല ധരിച്ച് പട്ട് പീതാംബരത്തോട് ത്രിഭംഗി ലളിതാകൃതിയായി നിൽക്കുന്ന ഭഗവാന്റെ രൂപവർണ്ണനമാണ്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം വിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാമിശത് ഗീതകീർത്തിഃ. ഈ ശ്ലോകം കേട്ട് ശുകാചാര്യൻ മൂർച്ഛിതനായി. ഇതാ കാരണം തൻ്റെ ബ്രഹ്മാനുഭവത്തെക്കാൾ കൂടുതൽ ആനന്ദം ഇവിടെ ഈ ശ്ലോകത്തിൽ അദ്ദേഹം അനുഭവപ്പെട്ടു. ഉടനെ വ്യാസൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇതുകൊണ്ട് ചൊല്ലിത്തരാമോ? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അച്ഛനാണ് ഞങ്ങൾക്ക് ഉപദേശം കൊടുത്തു. ഉടനെ ശുകാചാര്യൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ചെന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ശ്ലോകം ഉപദേശം തരണം. അപ്പം വ്യാസൻ പറഞ്ഞു, ഇതുപോലെ ഒരു ശ്ലോകമില്ലേ 18,000 ഗ്രന്ഥം. 18,000 ഗ്രന്ഥം പറഞ്ഞാൽ ഒരു ഗ്രന്ഥം പറഞ്ഞാൽ 32 എഴുത്ത് ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ 18,000 ഗ്രന്ഥം ഞാൻ തയ്യാർ ചെയ്ത് വച്ചിട്ടുണ്ട് പറഞ്ഞ് അത് മുഴുവനും ഉപദേശം കൊടുത്തു. അത് സ്വീകരിച്ച ശുകാചാര്യൻ എല്ലാത്തിലും പാടി നടക്കുമ്പോഴാണ് പരീക്ഷിത്ത് പ്രായോപവേശത്തിൽ ഇരിക്കുന്നു കേട്ട് അവിടെ ചെന്ന് അദ്ദേഹം 7 ദിവസം കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിൻ്റെ കഥയും കൂടി ഒന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിൻ്റെ കഥ ഇവിടെ വർണ്ണിക്കുന്നു. പരീക്ഷിത്ത് ഗർഭശ്രീമാനാണ്. ഗർഭശ്രീമാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ശ്രീമാനായിട്ട് ജനിച്ചാൽ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എന്ത് പറയും? ടാറ്റ ബിർള വീട്ടിലും അംബാനി വീട്ടിലും ജനിച്ച കുട്ടിയാണ് ഗർഭശ്രീമാൻ. ആ ജനിക്കുന്ന കുട്ടിക്ക് ഒരു പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മുത്തശ്ശൻ തന്നെ രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പണമുള്ളവരുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടിയാണ് ഗർഭശ്രീമാൻ പറയും. പക്ഷേ ശാസ്ത്രത്തിൽ അങ്ങനെ പറയാറില്ല. ശാസ്ത്രത്തിൽ 4 വിധമായ കുട്ടികളെ പറയുന്നു ഗർഭശ്രീമാനായിട്ട്. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭാഗവതം കേട്ട കുട്ടികളാണ് ഗർഭശ്രീമാൻ. ആ കുട്ടിയെ കൊണ്ട് സാധിക്കില്ല, അമ്മ വിചാരിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭാഗവതം കേട്ട കുട്ടി ആരാണ്? പ്രഹ്ലാദൻ. അങ്ങനെ പ്രഹ്ലാദനെ പോലെ ജനിക്കുന്ന കുട്ടികളാണ് ഗർഭശ്രീമാൻ. അതേപോലെ ലക്ഷ്മണസ്വാമി, രാമൻ്റെ അടുതനായ ലക്ഷ്മണൻ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധന. രാമനക്ക് അടുത്ത് ജനിച്ച കുട്ടി ആരാണ് അറിയാമോ നിങ്ങൾക്ക്? രാമനക്ക് അടുത്ത് ജനിച്ച കുട്ടി ഭരതനാണ്. പിന്നെയാണ് പുണർദത്തിൽ രാമനും, ഊയ നക്ഷത്രത്തിൽ ഭരതനും, ആയില്യ നക്ഷത്രത്തിലാണ് ലക്ഷ്മണൻ ജനിച്ചു. കാരണം ലക്ഷ്മണൻ സർപ്പത്തിൻ്റെ അവതാരമല്ലേ, സർപ്പത്തിൻ്റെ നക്ഷത്രമല്ലേ ആയില്യം. ഇപ്പോൾ സ്വന്തം നക്ഷത്രത്തിൽ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് ലക്ഷ്മണൻ. പക്ഷേ പറയുന്നത് എല്ലാം രാമഭരത ലക്ഷ്മണൻ പറയാറില്ലേ? രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ. അങ്ങനെ രാമനക്ക് അടുത്ത് ഭരതൻ ജനിച്ചിട്ടും പക്ഷേ ഭരതനക്ക് മുമ്പ് തന്നെ ആദ്യം ലക്ഷ്മണൻ എത്തി. എന്താ കാരണം? ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ രാമഭക്തിയോട് ജനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഭരതനക്ക് ഭക്തി വിചാരിക്കരുത്. അങ്ങനെ ലക്ഷ്മണനെ പോലെ ജനിക്കുന്ന കുട്ടികളാണ് രണ്ടാമത്തെ ഗർഭശ്രീമാന്മാർ. പിന്നെ മൂന്നാമത് ജഡഭരതനെ പോലെയാണ്. ഭരതരാജഋഷി അഷ്ടാംഗയോഗം അഭ്യസിച്ചു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെ എത്തിക്കഴിഞ്ഞു. 7 പടികൾ കടന്നു. പിന്നെ സമാധിയിൽ എത്തേണ്ട സമയത്താണ് ഒരു മാനിനെ കണ്ട് പ്രേമിച്ച് പിന്നെ മാനായി ജനിച്ചു. പിന്നെ അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെ സമാധിസ്ഥാനായി ജനിച്ചു. അങ്ങനെ ജഡഭരതനെ പോലെ ജനിക്കുന്ന കുട്ടികളാണ് മൂന്നാമത്തെ ഗർഭശ്രീമാന്മാർ. പിന്നെ നാലാമത്തെ ആൾ പറയാൻ പറ്റില്ല, കണക്ക് പറയുമ്പോൾ നാലാമത്തെ ആളായിട്ട് പറയും. നാലാമത്തെ ആളാരാണ്? പരീക്ഷിച്ച്.
ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ടവരാണ്. അങ്ങനെ കണ്ട് ചില മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്. ശ്രീശുകൻ, വാമദേവൻ. വേദം തന്നെ പറഞ്ഞു, ശ്രീ ശുകോ മുക്ത വാമദേവോ മുക്ത. വാമദേവൻ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വേദം പറയുന്നു, ഗർഭേനു സന്നൻ വേഷാമവേദം. അതേപോലെ തുക്കാറാം പേരുള്ള മഹാത്മാ, ഭാഗവതത്തിലുള്ള ജന്തുസ്തുതിയിലുള്ള ജന്തു ഏത് ജന്താണ് അറിയപ്പെടുക അറിഞ്ഞുകൂടാ, മഹാത്മാവാണ്. ജന്തു പറഞ്ഞാൽ ജനനധർമ്മ എന്നാണ് അർത്ഥം. അങ്ങനെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനെ നേരിട്ട് കണ്ട മഹാത്മാവാണ് പരീക്ഷിത്ത്. അച്ഛൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരീക്ഷത്തിന് സങ്കടം. എന്താ കാരണം? അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം അടുത്ത് വന്നപ്പോൾ കുട്ടിക്ക് വേണ്ടി അമ്മ ശരണം പ്രാപിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാണ്യം ത്വദഭയം പശ്യേ യത്ര മൃത്യുഃ പരസ്പരം. അമ്മയെ ശരണം പ്രാപിക്കണം. അമ്മ പ്രാർത്ഥിച്ചാൽ മതി. ഗുരുവായൂരിലൊരു വഴിപാടുണ്ടല്ലോ, നട തള്ളുന്നതിന്. എന്താ കാരണം? നമ്മൾ നോക്കിയാൽ മര്യാദയ്ക്ക് ഈ കുട്ടി വളരുമോ സംശയം. തമിഴ്നാട് പറയാൻ പറ്റില്ലേ, പാലക്കാടിൻ്റെ അടുത്താണ് ഒരു ഗ്രാമത്തിൽ ഒരു ഉണ്ണി ജനിച്ചു. 3-ാമത്തോ 4-ാമത്തോ ഉണ്ണിയായിട്ടാണ് ജനിച്ചു. രാമകൃഷ്ണൻ എന്നാണ് ആ ഉണ്ണിയുടെ പേര്. സംസാരിക്കാൻ വയ്യാതായി, 5 വയസ്സായിട്ടും. പക്ഷേ കണ്ട നല്ല തേജസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ അവിടെ ഗുരുവായൂരപ്പനെ നടക്കി വെച്ചു. കാരണം നടതല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ കുട്ടിയെ അച്ഛനമ്മമാർങ്ങനെ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ തിരിച്ചു നോക്കാതെ പോകും. പിന്നെ ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ വന്ന് മേൽശാന്തിയുടെ അടുത്ത് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നടതള്ളിയതാണ്, പിന്നെ ഭഗവാനൊക്കെ പകരം ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക വഴിപാടാണ്. അപ്പോൾ മേൽശാന്തി ചോദിച്ചു, എന്തിനാ ഈ ഉണ്ണിയെ എങ്ങനെ വയ്ക്കുന്നു? ഈ ഉണ്ണി ഒന്ന് സംസാരിക്കില്ലേ? നീ ഗുരുവായൂർ നോക്കട്ടെ, ഒന്ന് സംസാരിക്കാൻ വയ്യാതെ കുട്ടി. അപ്പോൾ മേൽശാന്തി കുഴപ്പമില്ല, നന്നായിട്ട് വരുമെന്ന് അനുഗ്രഹിച്ചു. പിന്നെ ആ കുടുംബത്തിൽ 4-5 കുട്ടികൾ ഉണ്ടായിട്ടും ഈ കുട്ടിയാണ് ആദ്യം നന്നായിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങി പിന്നെ ദുബായ് ഗൾഫിൽ ജോലി ചെയ്ത് വന്ന് ഗംഭീരനായി. അതാ കാരണം ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനന്മാർ സമർപ്പിച്ചാൽ മതി. അത് ആദ്യം തുടങ്ങിയത് ആരാണ് ചോദിച്ചാൽ ഉത്തരാദേവിയിൽ പറയേണ്ടി വരും. ഉത്തരാദേവിയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചു. കാമം ദഹതുമാം നാഥ മാമേ ഗർഭോ നിപാത്യത. ഈ ബ്രഹ്മാസ്ത്രം എന്നെ വധിച്ചോട്ടെ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ. എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് കുഴപ്പം വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടി നന്നാവണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അച്ഛനമ്മമാർ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ കുട്ടിയെയും രക്ഷിച്ചു, അമ്മയെയും രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? ഒരു ചെറിയ രൂപം സ്വീകരിച്ച് ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. ഭഗവാൻ പ്രവേശിച്ചു പറയാൻ പറ്റില്ല. ഇതാ കാരണം അന്തസ്ഥ സർവ എല്ലാവരുടെ ഉള്ള ആളല്ലേ ഭഗവാൻ. അന്തസ്ഥ എന്നവിടെ പറയും. ഉള്ളിൽ ചെന്ന ഭഗവാൻ കുട്ടിയുടെ മുന്നിൽ ദർശനം കൊടുത്തു. ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഇങ്ങനെ ഒരേപോലെ ഇരിക്കില്ല, എങ്ങനെ ചുറ്റി വരും. ആ കുട്ടി എങ്ങനെ ചുറ്റുപോകും അതുപോലെ ഭഗവാനെന്ന് അവിടെ ചുറ്റി നടന്നു. ഒരേ സമയത്തിൽ ഭഗവാനും ഭാഗവതനുമായി 2 കുട്ടികളെ ഗർഭത്തിൽ ധരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഈ ഉത്തരാദേവിക്ക്. സാധാരണ അമ്പലത്തിൽ ഭഗവാനെ വെച്ച് നമ്മൾ ചുറ്റി വരാറുണ്ട്. ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഉണ്ണിയെ ചുറ്റി ഭഗവാൻ രക്ഷിച്ചു. അങ്ങനെ 10 മാസം ഭഗവാൻ ആ ഉണ്ണിയെ രക്ഷിച്ചു. അപ്പോഴാണ് ഈ അത്ഭുതം കണ്ട് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന രംഗമാണ് കുന്തി സ്തുതി. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം. ഈ കുന്തിസ്തുതി എല്ലാവർക്കും അറിയത്തില്ല, പക്ഷേ അതിൽ ഒരു ശ്ലോകം എല്ലാവരും അറിയുന്ന ശ്ലോകമുണ്ട്. ഏതാണ്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഭാഗവതം മുഴുവനും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ശ്ലോകം പഠിച്ചാൽ മതി. ഭാഗവതം പഠിച്ചത് തുല്യമാണ്, നമുക്ക് എളുപ്പമാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞതാണ് ചെറിയ ശ്ലോകം. ഈ വലിയ ഗംഭീര ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിലുണ്ട്, അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജയ 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 മജിത ദോഷ ഗൃഹീത ഗുണാം തമസ് യഥാത്മന എന്നൊക്കെ
ശ്രുതിഗീത എന്ന് പറയുന്ന ശ്ലോകങ്ങൾ അതൊക്കെ എന്നോട് പള്ളു തന്നെ പോകും. അത്ര കട്ടിയായ പദങ്ങളുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഭദ്രകാളി പ്രാദുർഭാവം വർണ്ണിക്കുന്ന ഗദ്യമുണ്ട്. ഭൃശമർഷ രോഷാവേശ രഥസ വില്ലസിത ഭ്രുക്കുട്ടി വിട്ടപ്പ കുട്ടില ദമുഷ്ട്രാണേക്ഷണാട്ടോപാതി ഭയാനകവദന. ഇതൊക്കെ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നു. വീരഭദ്രൻ്റെ അവതാര ശ്ലോകമുണ്ട്. വീരഭദ്രനെ പോലെ തന്നെയാണ്. ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ശ്ലോകം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ശ്ലോകം ഈ കുന്തി പറഞ്ഞ ശ്ലോകമാണ്. കൃഷ്ണായ വാസുദേവായ മുതൽ ആദ്യത്തെ സ്കന്ധത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 21ാമത്തെ ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ ഭഗവാർക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ ഗുരുനാഥൻ പറയും, ഈ ശ്ലോകം മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലേ, ആദ്യത്തെ ഒരു പദവും അവസാനത്തെ പദം കൂടി പറഞ്ഞാൽ മതി. കൃഷ്ണായ അവസാനത്തെ പദം നമഃ, കൃഷ്ണായ നമഃ പറഞ്ഞാൽ മതി. കൃഷ്ണായ നമഃ കൂടി പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണ അത് പറഞ്ഞാൽ മതി. കൃഷ്ണ പറഞ്ഞാൽ എന്താ ഗുണം? സഹസ്രനാംനാം ദിവ്യാനാം ത്രിരാവൃത്യാദി യത്ഫലം എന്നാണ് പറയുന്നത്. നമ്മൾ രാമ 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 3 പ്രാവശ്യം ജപിച്ചാൽ 1 പ്രാവശ്യം സഹസ്രനാമം ജപിച്ചതിൻ്റെ ഫലം അങ്ങനെ പറയും. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം. ഇവിടെ കൃഷ്ണനാമത്തിൻ്റെ പെരുമ എന്താണെന്ന് ചോദിച്ചാൽ 1 പ്രാവശ്യം കൃഷ്ണ ജപിച്ചാൽ മതി. സഹസ്രനാമം തന്നെ 3 പ്രാവശ്യം ജപിച്ചതിൻ്റെ ഫലം കിട്ടും. അത്രയും പെരുമ ഉള്ളതാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച. പിന്നെ കുന്തിയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ കുറച്ച് പേടിയാവും. എന്താ കാരണം? വിവദ സന്തുനശ്വത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആപത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഭഗവാനെ എൻ്റെ ആപത്ത് നീക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കുന്തിയുടെ കഥ അങ്ങനെയാണ്. കുന്തിക്ക് ഓരോ ജീവിതത്തിലും ആപത്ത് വന്ന സമയത്ത് ഭഗവാൻ ഓടിയെത്തി. എന്തൊക്കെ ആപത്ത് ഇവിടെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കുന്തി ദേവി. എന്തൊക്കെയാണ്? വിഷാത്ത്, പാണ്ഡവന്മാർക്ക് വിഷം കൊടുക്കുന്ന സമയത്ത് ഭീമനുക്ക് കുഴക്കട്ടയിൽ വിഷം ചേർത്ത് കൊടുത്തു. പക്ഷേ ഭഗവാൻ അവിടെ രക്ഷിച്ചു. വിഷാത്ത്, മഹാഗ്നേഹി, അറക്കില്ലത്തിൽ കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ അവിടെയും വിതുരൻ്റെ രൂപത്തിൽ രക്ഷിച്ചു. ഭഗവാൻ ചിലപ്പോൾ നേരിട്ട് വരാറില്ല. നമ്മൾ അമ്മയോട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കും, അമ്മയെ വളരെ സങ്കടം, 1,00,000 രൂപ കിട്ടിയാൽ കൊള്ളാൻ പറഞ്ഞാൽ ഇനി അമ്മ ഇവിടെ വെറും യാത്ര എന്നെ വിളിച്ചു കൊടുക്കാറില്ലേ? എന്ത് ചെയ്യും? വേറൊരാളെ കൊണ്ട് സഹായിക്കും. അതുപോലെയാണ് ദൈവം മാനുഷരൂപേണ, ദൈവം നേരിട്ട് വരാറില്ല, ഒരു മനുഷ്യരൂപത്തിൽ നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് ഇവിടെ വിതുരൻ്റെ രൂപത്തിൽ അറക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഭഗവാൻ. വിഷാത്ത് മഹാഗ്നേഹി പുരുഷാദ ദർശനാത്. പിന്നെ കാട്ടിൽ ചെന്നപ്പോൾ ഹിഡിംബൻ പേരുള്ള അസുരൻ രാക്ഷസനിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ അസത്സഭായാഹ, സത്തുക്കൾ നിറഞ്ഞ സഭയായിരുന്നു. പക്ഷേ ദ്രൗപദിക്ക് സങ്കടം വന്നപ്പോൾ അവളെ രക്ഷിക്കാൻ ഒരാളൊന്നുമില്ല. ഭീഷ്മൻ, ദ്രോണൻ, കൃപാചാര്യൻ, എല്ലാ ആചാര്യന്മാരാണ്. ഭീഷ്മാചാര്യൻ, ദ്രോണാചാര്യൻ, കൃപാചാര്യൻ, ഓരോ ആൾ വന്നില്ല. അവളെ ഭഗവാൻ രക്ഷിച്ചു. വനവാസ തൃച്ഛത, കാട്ടിൽ ചെന്നപ്പോൾ കിരിമീരൻ പേരുള്ള രാക്ഷസൻ, പിന്നെ ഇടയ്ക്ക് ജയദ്രഥൻ, പോരാ ഇങ്ങനെ അജകരം, ഒരു പെരുമ്പാമ്പ് ഭീമനെ വിഴുങ്ങി. എത്ര സങ്കടങ്ങളാണ്. വനവാസ തൃച്ഛത. പിന്നെ മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രത. ഈ കുന്തിയുടെ ജീവിതം നോക്കിയാൽ വളരെ സങ്കടമാണ്. അനേക മഹാരഥാസ്ത്രത, യുദ്ധത്തിൽ പല രാജാക്കൾ, പിന്നെ അശ്വത്ഥാമ പ്രയോഗിച്ച നാരായണാസ്ത്രം, ഭഗദത്തൻ പ്രയോഗം ചെയ്ത നാരായണാസ്ത്രം, ഇങ്ങനെ അസ്ത്രങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. മഹാരഥാസ്ത്രത. പിന്നെ അവസാനം ദ്രൗണ്യസ്ത്രതശ്ചാസ്മ. ഇപ്പോൾ അശ്വത്ഥാമ വീണ്ടും പ്രയോഗിച്ച് ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചില്ലേ? അങ്ങനെ എപ്പോഴും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരി പറഞ്ഞ് ഭഗവാൻ അവിടെ ആ മാണിനടിക്കാൻ അമ്പും പിടിച്ച് നിൽക്കുന്നു. നലൻ വളരെ ദുഃഖപ്പെട്ടു. ഈ ഒരു ചെറിയ മാണിനെ, ഗർഭവതിയായ മാണ്, ഒന്ന് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലേ? ഓടി രക്ഷപ്പെടാൻ വിചാരിക്കുമ്പോൾ അവിടെ
കുത്തി വീണ് കാട്ടാറ് പോയിക്കൊണ്ടിരുന്നു. ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോഴാണ് ഭഗവാന്റെ കാരുണ്യ മഴ. പെട്ടെന്ന് മേഘം വന്നു. ഇടിവിട്ടിന്റെ ശബ്ദം കേട്ടു. ഇടിവിട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തായി? വേടന്റെ ലക്ഷ്യം മാറി. എന്തായി? മേഘ സിംഹത്തിന് കുത്തി ആ ബാണം. പിന്നെ മഴ വന്നപ്പോൾ എന്തായി? കാട്ടിത്തീ അണഞ്ഞു. ഈ ഇടിവിട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ സുഖപ്രസവം, 2 കുഞ്ഞു ജനിച്ചു, കുട്ടി. ഇത്രയും ദുഃഖത്തിൻ്റെ ഇടയിൽ എങ്ങനെ രക്ഷപ്പെടും വിചാരിക്കുമ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ നളനക്ക് സമാധാനം. നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലല്ലോ, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനും പുറപ്പെട്ടു എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ആപത്തുകൾ ഉണ്ടെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഒപ്പം ഉണ്ടായിരിക്കും, വേണ്ട വിധത്തിൽ സഹായിക്കും. അതാണ് എൻ്റെ ഈ മഹാഭാരത കഥ എന്ന് പറഞ്ഞത്. ഇതുമാത്രം അനുഗ്രഹമില്ലേ അവസാന സമയത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചേരണം. അതാണ് പ്രധാന അനുഗ്രഹം. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ലേ, ഭഗവാൻ ഒരു കത്ത് അയച്ചിട്ടില്ലേ, എന്നിട്ടും ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ചതുർഭുജ രൂപനായിരിക്കുന്ന ഭഗവാൻ നോക്കിക്കൊണ്ട് തന്നെ ഭീഷ്മൻ സ്തുതിക്കുന്ന രംഗം ഈ ഉത്തരായന പുണ്യകാലം ഈ സമയത്ത് ഭീഷ്മസ്തുതി കേൾക്കുന്നത് വളരെ ഭാഗ്യമാണ്. ഇതിമതി രൂപകൽപിതാ വിതൃഷ്ണാം ഭഗവതി സാത്വത പുംഗവേ വിഭൂമി സ്വസുഖമുപഗതേ ക്വചിത് വികർത്തും പ്രകൃതിമുഖേ യുഷി യദ്ഭവ പ്രവാഹ. 5 സ്തോത്രങ്ങൾ രാവിലെ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. വിഷ്ണു സഹസ്രനാമം, ഗീതയിൽ ഒരു അധ്യായം, അല്ലെങ്കിൽ ഗജേന്ദ്രസ്തുതി ഭാഗത്തിലെ 8ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായം, അല്ലെങ്കിൽ രുദ്രഗീതം 4ാമത്തെ സ്കന്ധത്തിൽ 24ാമത്തെ അധ്യായം, ഇല്ലെങ്കിൽ ഈ പ്രഥമസ്കന്ധം 9ാമത്തെ അധ്യായത്തിൽ ഭീഷ്മസ്തുതി. ഏറ്റവും ചെറുതാണ് ഇത്. 11 ശ്ലോകമേ ഉള്ളൂ. 11 ഇന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, മനസ്സും കൂടി ഭഗവാനെ സമർപ്പിക്കുന്ന രംഗമാണ് ഭീഷ്മസ്തുതി. ഇതിമതി രൂപകൽപിതാ വിതൃഷ്ണ, എൻ്റെ മതിയെ ഞാൻ സമർപ്പിക്കുന്നു. ഭഗവാനെ എൻ്റെ രൂപം എൻ്റെ മനസ്സിൽ നിന്നും മാറി. കാരണം പാർത്ഥസാരഥിയുടെ രൂപമാണ്. ഇപ്പോൾ നമുക്ക് ചെന്നൈയിൽ ചെന്നാൽ പാർത്ഥസാരഥി ഭഗവാന്റെ അമ്പലമുണ്ട്. അവിടെ ചെന്നാൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ വലിയ ബാണങ്ങളുടെ ആ വ്രണങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ പാർത്ഥൻ്റെ ബാണമേറ്റ ഭഗവാന്റെ ദിവ്യരൂപം. പിന്നെ ഭഗവാൻ സത്യവാക്കനാണ്. നിഗമം പറഞ്ഞാൽ വേദം എന്ന അർത്ഥം. വേദം പൊയ്യാറില്ല. പക്ഷേ ഭീഷ്മൻ ചക്രധാരിയായി ഭഗവാനെ കാണണം വിചാരിച്ചപ്പോൾ തൻ്റെ വാക്കുപോലും മാറ്റിവെച്ച് സ്വനിഗമമപകായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ. ഭഗവാൻ ചക്രധാരിയായി ഭീഷ്മൻ ഭഗവാനെ കാണണം ശപഥം ചെയ്തപ്പോൾ സ്വന്തം സുദർശചക്രം എടുത്തിട്ടില്ലേ ഭഗവാൻ. ധൃതരഥചരണ, അർജുനൻ്റെ വണ്ടിചക്രവും കൈയെടുത്ത് ചക്രധാരിയായി ദർശനം കൊടുത്ത രംഗം സ്മരിക്കുന്നു. മാത്രമല്ല മുണികനകപവർഗീയ ശങ്കുലി രാജസൂയ സദസ്സിൽ വെച്ച് ഭഗവാനെ പൂജിച്ച രംഗം സ്മരിക്കുന്നു. അവസാനം തൻ്റെ ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ആത്മസ്വരൂപത്തിൽ ലയിച്ചു ഭീഷ്മൻ. അങ്ങനെ ഭീഷ്മർക്ക് മുക്തി കൊടുത്ത് ഭഗവാൻ ധർമ്മപുത്രർക്ക് പട്ടാഭിഷേകം നടത്തി ദ്വാരകയ്ക്ക് മടങ്ങി ചെന്നു പറഞ്ഞുകൊണ്ട് ഈ 10ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു.